ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI മിഷന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. അതായത് അടുത്ത 5 വർഷത്തേക്ക് 10,372 കോടി രൂപയുടെ പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന് സ്വന്തമായി ഒരു AI സിസ്റ്റം വികസിപ്പിക്കാനും രാജ്യത്തിൻ്റെ കമ്പ്യൂട്ടേഷണൽ ശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് കമ്പ്യൂട്ട് ആസ് എ സർവീസ് വാഗ്ദാനം ചെയ്യുകയുമാണ് സർക്കാർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു AI ഇക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നതിനായി 10,000 ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അടങ്ങുന്ന സൂപ്പർ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി വിവിധ ഓഹരി ഉടമകൾക്ക് നൽകും. സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക്, ഗവേഷകർ, ഇൻഡസ്ട്രി എന്നിവയ്ക്കെല്ലാം ഇന്ത്യ AI മിഷന് കീഴിലുള്ള AI സൂപ്പർ കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പ്രവേശനം നൽകുമെന്ന് ഗോയൽ പറഞ്ഞു. ഡാറ്റയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും AI വികസനത്തിന് അവ ലഭ്യമാക്കുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകളെയും മന്ത്രാലയങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദേശീയ ഡാറ്റ മാനേജ്മെൻറ്റ് ഓഫീസറെ മിഷന് കീഴിൽ കൊണ്ടുവരും. മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ AI ദൗത്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തിനകത്ത് AI കമ്പ്യൂട്ടിംഗ് ശക്തി ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകും. ആരോഗ്യം, കാർഷികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ AI സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ AI വികാസത്തിനായി സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി കമ്പ്യൂട്ടിംഗ് ശേഷി ആർജിച്ചെടുക്കാനും അത് രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾക്കും സംരംഭകർക്കും ഉപയോഗപ്പെടുത്താനും അവസരം നൽകാൻ രാജ്യത്തെ AI വികാസം ത്വരിതപ്പെടുത്താനാണ് AI മിഷൻ ലക്ഷ്യമിടുന്നത്. കമ്പ്യൂട്ടിംഗ് ശേഷി വികസിപ്പിക്കുന്നതിനൊപ്പം ഡാറ്റ സെറ്റുകൾ നിർമ്മിക്കുന്നതിനും അവ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭ്യമാക്കുന്നതിനുമുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. 2022 മെയ്യിൽ IT മന്ത്രാലയം ദേശീയ ഡാറ്റ ഗവേണൻസ് ഫ്രെയിംവർക്ക് നയത്തിൻ്റെ കരട് പുറത്തിറക്കിയിരുന്നു. ഇതിന് കീഴിൽ ഒരു ഇന്ത്യ ഡാറ്റ സെറ്റ് പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ പൗരന്മാരിൽ നിന്നോ ഇന്ത്യയിലുള്ളവരിൽ നിന്നോ വിവരങ്ങൾ ശേഖരിച്ചതും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വ്യക്തിപരമല്ലാത്തതും അജ്ഞാതവുമായ ഡാറ്റ സെറ്റുകൾ ഇതിലുണ്ടാകും.